ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ ഗൈസ്, നമ്മള് കുറെ ദിവസമായി ഒരു Q&A ഒക്കെ ചെയ്തിട്ട്, അപ്പൊ ഞാൻ ഒരു 10 days എഗോ ഒരു Q&A പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ പ്രതീക്ഷിച്ചതിനെക്കാട്ടി കൂടുതൽ കമന്റ്സ് വന്നിട്ടുണ്ട്. സോ നമ്മള് ഇന്നത്തെ വീഡിയോ എന്ന് പറയുമ്പോൾ Q&A ആണ്. നമ്മുടെ ചാനലിലെ സെക്കൻഡ് Q&A ആണ് കേട്ടോ ഇത്. അപ്പൊ നമുക്ക് നമ്മുടെ ഇന്നത്തെ വീഡിയോയിലോട്ട് പോവാം. അപ്പൊ ഗൈസ്, ഫസ്റ്റ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് ആമിന അഷ്റഫ് ആണ്. ആസ് എ ഫ്രണ്ട്, ഐ ആം പ്രൗഡ് ഓഫ് യു അരുണി. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, യൂട്യൂബ് റവന്യൂ കിട്ടുമ്പോൾ ഫസ്റ്റ് തിങ് എന്തായിരിക്കും ചെയ്യുന്നത്? അപ്പം ആമിന അഷ്റഫ് എന്റെ കൂടെ കോളേജിൽ പഠിക്കുന്ന എന്റെ വൺ ഓഫ് ദ ഫേവറേറ്റ് ഫ്രണ്ട് ആണ് കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പം യൂട്യൂബ് റവന്യൂ കിട്ടുമ്പോഴത്തേക്കും എനിക്ക് ഫസ്റ്റ് ഓഫ് ഓൾ ചാരിറ്റി ചെയ്യണമെന്ന് ഭയങ്കര ആഗ്രഹമാണ്. പാവപ്പെട്ടവരെ സഹായിക്കണം എന്നൊക്കെ ഭയങ്കര ആഗ്രഹമുണ്ട്. പിന്നെ സെക്കൻഡ് തിങ്, ഞാൻ എന്റെ പേരൻസിന് എന്തെങ്കിലുമൊക്കെ വാങ്ങിക്കൊടുക്കും. അവർക്ക് ഇഷ്ടപ്പെട്ടതോ ഇല്ലെങ്കിൽ അവർക്ക് വാല്യൂബിൾ ആയിട്ടുള്ള എന്തെങ്കിലുമൊക്കെ വാങ്ങിക്കൊടുക്കണം എന്ന് ആഗ്രഹമുണ്ട്. തേർഡ് തിങ്, എനിക്ക് സെൽഫായിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യണം എന്ന ആഗ്രഹമുണ്ട് ചെറുതായിട്ടൊക്കെ. അപ്പം ഇത് 3 ആയിരിക്കും കേട്ടോ ചെയ്യുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ അവന്തികയാണ് ചോദിച്ചിട്ടുള്ളത്. ഡു യു മിസ് മീ? മിസ് ചെയ്യുന്നുണ്ടോ? ഒരുപാട് മിസ് ചെയ്യുന്നുണ്ട്. അവന്തിക ആരാന്ന് പ്രത്യേകിച്ച് നിങ്ങളുടെ എടുത്ത് പറയണ്ടല്ലോ. എന്റെ സഹോദരിയായിട്ട് വരും. ചെറിയൊരു ബന്ധമുണ്ട് ഞങ്ങൾ തമ്മി. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ ദൃശ്യ ബി കുമാർ ആണ് ചോദിച്ചിട്ടുള്ളത്. വ്ളോഗിംഗ് ഒക്കെ കൊള്ളാം, അടിപൊളിയാണ്. കുട്ടി കണ്ടന്റ്സ് ഒക്കെ എങ്ങനെയാണ് സെലക്ട് ചെയ്യുന്നത്? എന്തായാലും കൊള്ളാം, കീപ് ഗോയിങ്, താങ്ക് യു. കണ്ടന്റ് ഒക്കെ സെലക്ട് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ അച്ഛനുള്ളപ്പം അച്ഛന്റെ ഐഡിയാസിൽ വെച്ച് അച്ഛൻ കുറച്ച് കണ്ടന്റ്സ് ഒക്കെ പറഞ്ഞു തരും. അതാണ് ഈ ഇടയ്ക്ക് വീഡിയോസിനകത്തെല്ലാം കണ്ടത്, അച്ഛന്റെ ഐഡിയ മാത്രമാണ്. അതെ, പെണ്ണ് കാണൽ ഷോർട്ട് സ്കെച്ച് ആയാലും ഇല്ലെങ്കിൽ നമ്മുടെ നാമം ജപിക്കുന്നതായാലും അച്ഛന്റെ ലൈഫിൽ നടന്ന സംഭവങ്ങളെല്ലാം അച്ഛൻ ഒരു വീഡിയോയിലൂടെ നിങ്ങളുടെ കൂടെ പ്രസന്റ് ചെയ്തു. അത് ആ ലൈഫിൽ നടന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ അച്ഛന്റെ അമ്മൂമ്മ അങ്ങനെ ആയിരുന്നു നാമം ജപിച്ചോണ്ടിരുന്നത്. അപ്പൊ അത് അങ്ങനെ ചെയ്യണമെന്ന് തോന്നി അങ്ങനെ ചെയ്തു. അല്ലാതെ കണ്ടന്റ്സ് ഒക്കെ ചെയ്യുന്നത് എങ്ങനെയാന്ന് വെച്ചാല്, ഇപ്പം നമ്മൾ കുറെ എഫേർട്ട് എടുക്കണം കേട്ടോ ഈ ഒരു വീഡിയോക്ക് വേണ്ടിയിട്ട്. അപ്പൊ ഒരു കുക്കിംഗ് വീഡിയോ ആയിക്കോട്ടെ, അതിനുള്ള സാധനങ്ങളെല്ലാം നമ്മൾ പോയി വാങ്ങണം, വീഡിയോ ക്യാമറ സെറ്റ് ചെയ്യണം, വീഡിയോ എടുക്കണം, എഡിറ്റ് ചെയ്യണം, പോസ്റ്റ് ചെയ്യണം. ഇതൊക്കെ ഭയങ്കര വലിയ സ്റ്റെപ്പുകളാണ് സുഹൃത്തുക്കളെ. നിങ്ങളൊക്കെ ഇത് ട്രൈ ചെയ്ത് നോക്ക്. ടൈം ഒരുപാട് വേണം. പേഷ്യൻസ് വേണം കേട്ടോ എഡിറ്റിങ്ങിനൊക്കെ. അപ്പൊ കണ്ടന്റ് ഒക്കെ അങ്ങനെയാണ് സെലക്ട് ആക്കുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആദിത്യരാജ് ആണ് ചോദിച്ചിട്ടുള്ളത്. യൂട്യൂബ് ചാനൽ തുടങ്ങാനുള്ള പ്ലാൻ ആരുടെ ആയിരുന്നു? സ്വാഭാവികമായിട്ട് എന്റേതായിരുന്നു. എനിക്ക് ഓൾറെഡി ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷെ അത് നമ്മള് പ്രാവർത്തികമാക്കിയത് ഗുരുവായൂർ ചെന്നിട്ടാണ് കേട്ടോ. ആദ്യം എനിക്ക് മുത്ത് അങ്ങനെ ഇങ്ങനെയൊക്കെ ചെയ്യുന്ന കണ്ടപ്പോ എനിക്ക് അങ്ങനെയൊക്കെ ചെയ്യണമെന്ന് തോന്നി. പിന്നെ നമ്മള് ചെയ്യണമെന്ന് തോന്നി. ഫസ്റ്റ് നമ്മളത് ചെയ്ത് തുടങ്ങിയത് ഗുരുവായൂർ അമ്പലത്തിന്റെ ഫസ്റ്റ് ചെയ്തത് ഗുരുവായൂരപ്പന്റെ ഫ്രണ്ടിൽ നിന്നാണ് കേട്ടോ. അവിടെ നിന്നപ്പം തോന്നി അങ്ങനെ സ്റ്റാർട്ട് ചെയ്തു. അങ്ങനെ ഇപ്പൊ അതേ ഇവിടം വരെ എത്തി. 1 വർഷം കഴിഞ്ഞു, 2 വർഷം ആവാൻ പോകുന്നു കേട്ടോ സ്റ്റാർട്ട് ചെയ്തിട്ട് ചാനൽ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ മിശ്രയാണ് ചോദിച്ചിട്ടുള്ളത്. ഹൂസ് ദ മോസ്റ്റ് ക്യാമറ ഷൈ ആൻഡ് ഹൂസ് ദ മോസ്റ്റ് ക്യാമറ റെഡി ഇൻ ദ ഫാമിലി? അങ്ങനെ ഫാമിലിയിൽ ക്യാമറ ഷൈ ഒന്നും അങ്ങനെ ആരും ഇല്ല ഗൈസ്. എല്ലാവർക്കും ഇഷ്ടമാണ് ക്യാമറയിൽ വരാൻ. എല്ലാരും റെഡിയാണ് ക്യാമറ. വ്ളോഗ് അങ്ങനെയാണ് പറയുന്നത്. അച്ഛന്റെ ആ ഒരു മാറ്റം നമ്മളല്ലേ. അതെ, ആദ്യം അച്ഛൻ അങ്ങനെ ക്യാമറയിലൊന്നും വരാൻ താല്പര്യമില്ലെന്ന്. ഇപ്പം യൂട്യൂബിന് വേണ്ടി എന്തെങ്കിലുമൊക്കെ ചെയ്യണ്ടേ, ഇങ്ങനെയാണ് ചോദിക്കുന്നത്. അപ്പൊ ക്യാമറ ഷൈ ആരുമില്ല, എല്ലാരും ക്യാമറയ്ക്ക് റെഡിയാണ് വരാൻ വേണ്ടിയിട്ട്. അപ്പൊ അടുത്ത ക്വസ്റ്റ്യൻ സ്വാതി സുരേഷ് ആണ് ചോദിച്ചിട്ടുള്ളത്. യുവർ റിയാക്ഷൻ ടുവേർഡ്സ് നെഗറ്റീവ് കമന്റ്സ്, ഡിഫറൻസ് ബിറ്റ്വീൻ യുവർ സ്കൂൾ ആൻഡ് കോളേജ് ഫ്രണ്ട്സ്? നമുക്ക് ആദ്യമൊക്കെ വിഷമം വരുമായിരുന്നു കേട്ടോ. അങ്ങനെ ആദ്യം കുറെ ഒന്നും അങ്ങനെയൊന്നും നെഗറ്റീവ് വരത്തില്ലായിരുന്നു. പിന്നെ ഒരു കുറച്ച് ആയപ്പോഴത്തേക്കും നെഗറ്റീവ് കമന്റ്സ് വരാൻ തുടങ്ങി. ഒരുപാടൊന്നുമില്ല ഗൈസ്, എക്സ്ട്രീം ആയിട്ടില്ല. ആദ്യമൊക്കെ ഡിലീറ്റ് ചെയ്യായിരുന്നു, ഇപ്പൊ ഡിലീറ്റ് ചെയ്യാറില്ല, മറുപടി കൊടുക്കും. ആദ്യം എല്ലാം ഏത് നെഗറ്റീവ് കണ്ടാലും അപ്പൊ ഞാൻ ഡിലീറ്റ് ആക്കുമായിരുന്നു. ഇപ്പൊ അങ്ങനെയൊന്നും ചെയ്യത്തില്ല. ഇപ്പൊ എല്ലാത്തിനും മറുപടി കൊടുക്കണം, അല്ലെങ്കിൽ അവർ വീണ്ടും റിപ്പീറ്റ് ആക്കിക്കൊണ്ടിരിക്കും. അപ്പൊ റിയാക്ഷൻ എന്ന് പറയുമ്പോൾ ആദ്യം വിഷമമായിരുന്നു, ഇപ്പം നമുക്ക് ഇച്ചിരി കൂടെ കോൺഫിഡൻസ് ലെവൽ കൂടും. അങ്ങനെ ഡിഫറൻസ് ബിറ്റ്വീൻ സ്കൂൾ ആൻഡ് കോളേജ് ഫ്രണ്ട്സ് എന്ന് പറയുമ്പോൾ സ്കൂളിൽ എനിക്ക് അധികം അങ്ങനെ ഫ്രണ്ട്സ് ആരും ഇല്ലായിരുന്നു. എന്നാലും കുറച്ച് പേര് ഉണ്ടായിരുന്നു കേട്ടോ. അവര് തന്നെ എന്റെ കൂടെ +2 ഉണ്ടായിരുന്നു. ഇപ്പോഴും ഉണ്ട് ഫ്രണ്ട്സ്. അതിന്റെ കൂടെ ഇല്ലെങ്കിലും ഫ്രണ്ട്ഷിപ്പ് ഉണ്ട് കേട്ടോ. സ്കൂളിൽ കുറെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിലും നമ്മൾ 10th കഴിയുമ്പോൾ നമ്മൾ വേറെ സ്കൂളിലാണല്ലോ. അപ്പൊ പിന്നെ ആ ഒരു ഉദ്ദേശിക്കുന്നത് ടീച്ചേഴ്സ് അവൾക്ക് കൊടുക്കുന്ന ഒരു ഡ്യൂട്ടി, ഞാൻ ഡ്യൂട്ടി തന്നു, ഞാൻ ചെയ്തു. പക്ഷെ അത് ഇഷ്ടപ്പെടാത്ത കുറെ ആൾക്കാരുണ്ടായിരുന്നു. അങ്ങനൊക്കെ കുറെ ഇഷ്യൂസ് ആണ്. അല്ല, +2-നും അതുപോലെ +2-ന് കുറെ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതിപ്പം അവരായിട്ട് ഒരു കോണ്ടാക്റ്റും ഇല്ല. അത് ഫ്രണ്ട്സുമായിട്ട് ഇപ്പോഴും കണ്ടിന്യൂ ചെയ്യുന്നു. അതാണ് നല്ലത്.
കോണ്ടാക്ട് ഇല്ലാതിരിക്കുന്നതാണ് ഗൈസ് നല്ലത്. പിന്നെ കോളേജിൽ ഇപ്പം കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി, അങ്ങോട്ട് തണുത്ത് വരുന്നു. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ മിശ്രയാണ് ചോദിച്ചിട്ടുള്ളത്, ഹൂ യൂഷ്വലി പ്ലാൻസ് ദ വീഡിയോ ഐഡിയാസ്. ഇപ്പൊ കുക്കിംഗ് വ്ളോഗ് ആണെങ്കിൽ ഞാൻ എന്തെങ്കിലും വെറൈറ്റി ഒക്കെ പരീക്ഷിക്കാനാണെങ്കിൽ ഞാൻ പോയി തന്നെ സാധനം വാങ്ങിക്കും, അപ്പൊ ഞാൻ തന്നെ പ്ലാൻ ചെയ്യും കുക്കിംഗ് വീഡിയോസ് ഒക്കെ. നോർമലി കണ്ടന്റ് വീഡിയോസ് ഒക്കെ ആണെങ്കിൽ ഞാനും പ്ലാൻ ചെയ്യാറുണ്ട് കുക്കിംഗ് വീഡിയോസ്. എന്തോന്ന് ശരി ഞാനാ ചെയ്തത്. നമ്മള് ട്രാവൽ വ്ളോഗ് ഒക്കെ ചെയ്യണമെങ്കിൽ നമ്മൾക്ക് അപ്പൊ തന്നെ നമ്മൾ വിചാരിക്കും ആ ഒരു കണ്ടന്റ് ആയല്ലോ, ഇല്ലെങ്കിൽ നമുക്ക് അവിടെ പോയിട്ട് വ്ളോഗ് എടുക്കാം, അങ്ങനൊക്കെ പ്ലാൻ നമ്മുടെ മനസ്സിൽ വരും. പിന്നെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് വ്ളോഗ് വാസ് ദ മോസ്റ്റ് ഫൺ ഓർ ചാലഞ്ചിങ് ടു ഫിലിം? മോസ്റ്റ് ഫൺ എന്ന് എനിക്ക് തോന്നിയത് ഈ പെണ്ണ് കാണലും പിന്നെ നമ്മുടെ പണ്ടത്തെ ക്യാരക്ടർ സ്വിച്ച് ചാലഞ്ച് ആണ് കേട്ടോ. അത് ഭയങ്കര ചിരിച്ച് നമ്മൾ ചത്തൊരു വീഡിയോ ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഷിഫാന ഷഫീഖാണ് ചോദിച്ചിട്ടുള്ളത്, അമ്മയുടെ ബ്യൂട്ടി സീക്രട്ട് പറയുമോ? പറയണേ, പറ, ചിരിക്കാതെ പറ. ഒന്നുമില്ല, സ്പെഷ്യലി ആയിട്ട് ഒന്നുമില്ല. ഫേസ് പാക്ക് ഒക്കെ ഞാൻ ഇവിടെ ഉണ്ടാക്കിയാൽ അമ്മയ്ക്ക് ഇടാനൊന്നും താല്പര്യമില്ല സുഹൃത്തുക്കളെ. ഒന്നാമത് ഞാൻ കോളേജിൽ പോകുന്നോണ്ട് ഫുള്ള് വെയിലായോണ്ട് ഡെയിലി ടാൻ അടിച്ചാട്ടം വരുന്നത്. സ്റ്റിൽ ഈ ഒരു വീഡിയോ എടുക്കാൻ നേരത്തെ എന്റെ മുഖത്ത് നല്ല ടാൻ ഉണ്ട്. എനിക്കിപ്പോ ഭയങ്കര മടിയാണ് ഫേസിൽ ഓരോന്നൊക്കെ എടുത്ത് തേക്കാൻ വേണ്ടിയിട്ട്. അപ്പം അമ്മയുടെ ബ്യൂട്ടി സീക്രട്ട് അങ്ങനെയൊന്നുമില്ല. അമ്മയൊന്നും അമ്മയുടെ അച്ഛൻ്റെയും സൗന്ദര്യം അമ്മ അങ്ങനെയൊന്നും മുഖത്ത് തേക്കാറില്ല. പിന്നെ വല്ലപ്പോഴും ഒരു ഫേഷ്യൽ അത്രേ ഉള്ളൂ. എന്തെങ്കിലും ഒക്കേഷൻസ് ഒക്കെ വരുമ്പോൾ മാത്രം ഫേഷ്യലി, അത്രേ ഉള്ളൂ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ആതിരവി തമ്പിയാണ് ചോദിച്ചിട്ടുള്ളത്, വാട്ട്സ് ദ മോസ്റ്റ് സിഗ്നിഫിക്കന്റ് ലെസൺ യു ഹാവ് ലേൺ ഫ്രം എ പാസ്റ്റ് എക്സ്പീരിയൻസ്? അതായത് ആരും ആയിട്ട് അമിതമായിട്ട് അറ്റാച്ച്ഡ് ആവരുത്, ആരെയും അമിതമായിട്ട് ട്രസ്റ്റ് ചെയ്യരുത്. ഇൻ കേസ് നമ്മളിങ്ങനെ വീണ് കിടന്നാൽ നമ്മളെ ആരും കാണത്തില്ല, നമ്മൾ ട്രസ്റ്റ് ചെയ്യുന്ന ആരും കാണത്തില്ല, നമ്മളെ എണീച്ച് പിടിച്ച് പൊക്കാനൊന്നും ആരും കാണത്തില്ല സുഹൃത്തുക്കളെ. നമ്മൾ പ്രതീക്ഷിക്കാത്ത ആൾക്കാരായിരിക്കും നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ടാവുക, അല്ലേ? ഒന്നും മിണ്ടാത്ത. അതെ 100% ട്രൂ. ട്രസ്റ്റ് ചെയ്യേണ്ട ആൾക്കാരെ മാത്രമേ ട്രസ്റ്റ് ചെയ്യാവുള്ളൂ. നമുക്ക് പണി കിട്ടും ഗൈസ്, അങ്ങോട്ട് ചെന്ന് പണി മേടിക്കാതിരിക്കുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, മിസ്റ്റർ പെർഫെക്റ്റ് ആണ് ചോദിച്ചിട്ടുള്ളത്, എവിടാ പഠിക്കുന്നത്? വ്ളോഗ് എല്ലാം അടിപൊളി, ചേച്ചിയുടെ ക്ലാസ് ഒക്കെ എങ്ങനെ പോകുന്നു? എവിടാ പഠിക്കുന്നതെന്ന് വെച്ചാൽ ഞാൻ കൊട്ടിയം NSS ലോ കോളേജിലാണ് പഠിക്കുന്നത്, കൊല്ലത്തുള്ള കൊട്ടിയമാണ്. പിന്നെ ക്ലാസ് ഒക്കെ എങ്ങനെ പോകുന്നു? ഇപ്പം പ്രസന്റ്ലി ഇന്റേൺഷിപ്പ് കഴിഞ്ഞിരിക്കുകയാണ്, ജൂണിൽ ക്ലാസ് തുടങ്ങും. അപ്പൊ പോവാ. എന്തോ എന്താണ്ടൊക്കെ വൈവ എക്സാം ഉണ്ടെന്നാണ്ടൊക്കെ പറയുന്നു. അപ്പൊ ആലോചിക്കാം നമുക്ക്. ഇപ്പം വെക്കേഷൻ മൂഡാണ് ഗൈസ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, നൂറയാണ് ചോദിച്ചിട്ടുള്ളത്, വാട്ട്സ് ദ ഫസ്റ്റ് തിങ് ദാറ്റ് കംസ് ടു യുവർ മൈൻഡ് വെൻ യു തിങ്ക് ഓഫ് മീ? അവളെ കുറിച്ച് ആദ്യം തന്നെ ഇങ്ങനെ ആലോചിക്കുമ്പം വീണ്ടും ഞങ്ങൾ ഒരേ ക്ലാസ്സിൽ ഒരേ ബെഞ്ചിൽ അടുത്തിരുന്ന് ഒന്നും കൂടെ ക്ലാസ്സസ് ഒക്കെ അറ്റൻഡ് ചെയ്യാമായിരുന്നെങ്കിൽ എന്നൊക്കെ ഞാൻ ആലോചിക്കാറുണ്ട്. ഈവൻ ഞാൻ എൻ്റെ കോളേജിൽ ക്ലാസ്സിൽ ഇരിക്കുമ്പോൾ പോലും എന്നെ മനസ്സിലാക്കുന്ന ഒരു ഫ്രണ്ട് ഉണ്ടായിരുന്നെങ്കിൽ എന്ന് ഞാൻ ആലോചിക്കാറുണ്ട് കേട്ടോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നൂറ തന്നെയാണ് ചോദിച്ചിട്ടുള്ളത്, വാട്ട്സ് എ ഗ്രേറ്റ് ലെസൺ യു ഹാവ് ലേൺഡ് ഇൻ യുവർ ലൈഫ്? ഞാൻ ഓൾറെഡി പറഞ്ഞു, ആരെയും ട്രസ്റ്റ് ചെയ്യരുത്, ആരെയും അമിതമായിട്ട് അറ്റാച്ച്ഡ് ആവരുത് കേട്ടോ ആരുമായിട്ട്. അവസാനം പണി വാങ്ങി കൂട്ടുമ്പം ആരും കാണത്തില്ല. അവള് തന്നെയാണ് വെച്ചിട്ടുള്ളത്, വി ഹാവ് ബീൻ ടുഗദർ ഫോർ സോ മെനി ടൈംസ് ആൻഡ് വിച്ച് വാസ് ദ ബെസ്റ്റ് മൊമെന്റ് ഫോർ യു വിത്ത് മീ? സ്കൂൾ ഡേയ്സ് ഭയങ്കര അടിപൊളിയായിരുന്നു. അല്ലാതെ ആഫ്റ്റർ സ്കൂൾ കോളേജിൽ ചേർന്നതിന് ശേഷം ഞങ്ങൾ അസാഡോയിൽ പോയ ഒരു വ്ളോഗ് ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഭയങ്കര അടിപൊളിയായിരുന്നു. കുറേ അടിപൊളി ഫോട്ടോസ് എടുത്ത് തന്നു. ഫോട്ടോസ് എടുത്ത് തന്നതിനുള്ള ക്രെഡിറ്റ് നമ്മുടെ നൂറയുടെ അനിയൻ ഷേക്കിനാണ് കേട്ടോ. അവനില്ലായിരുന്നെങ്കിൽ ഞങ്ങളുടെ 3 പേരുടെ ഉള്ള ഫുൾ ഫോട്ടോ അങ്ങനെ ആരും എടുത്ത് തരാനൊന്നും ഇല്ലായിരുന്നു. അവർ രണ്ടായിട്ട് മാത്രം അങ്ങനെ കിട്ടി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, പവിജയാണ് ചോദിച്ചിട്ടുള്ളത്, ഹൂ ഹാസ് ഇൻഫ്ലുവൻസ്ഡ് യുവർ ലൈഫ് ദ മോസ്റ്റ്? എൻ്റെ പേരൻസ്, എൻ്റെ സിസ്റ്റർ, എൻ്റെ ഫ്രണ്ട്സ്, എൻ്റെ ടീച്ചേഴ്സ്. ടീച്ചേഴ്സ് എന്ന് ഉദ്ദേശിക്കുന്നത് 10th വരെയുള്ള ടീച്ചേഴ്സാണ് കേട്ടോ. പ്രത്യേകിച്ച് മായ മിസ്, ലക്ഷ്മി മിസ്, ചിത്ര മിസ്. ഇവിടാണ് അമ്മ, അച്ഛൻ, അനു. ഫ്രണ്ട്സ് ആണെങ്കിൽ നൂറ, യദു, നിശാനയൊക്കെ എനിക്ക് ഭയങ്കര ഒരു മോട്ടിവേറ്ററാണ് കേട്ടോ. പിന്നെ റാബിയൊക്കെ ആണെങ്കിൽ എക്സാമിന്റെ തലേ ദിവസം എനിക്ക് ഓരോന്നൊക്കെ എക്സ്പ്ലെയിൻ ചെയ്ത് തരുമായിരുന്നു. എനിക്ക് എപ്പോഴും ഓർമ്മയുണ്ട്. വോയിസ് മെസ്സേജ് ഒക്കെ, നീണ്ട വോയിസ് മെസ്സേജ് ഒക്കെ ആയിരുന്നു കേട്ടോ. അപ്പൊ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, അഭിരാമിയാണ് ചോദിച്ചിട്ടുള്ളത്, വാട്ട്സ് യുവർ ഡ്രീം? ഇപ്പൊ തൽക്കാലം ഞാൻ പഠിക്കുന്നത് LLB ആയതുകൊണ്ട് തന്നെ ഒരു അഡ്വക്കേറ്റ് ആയിട്ട് കുഞ്ഞു കേസസ് ഒക്കെ വാദിച്ച് ജയിക്കണം എന്നൊരു ആഗ്രഹം ഇല്ലാതില്ല. പറ്റുവാണെങ്കിൽ ഒരു കാർ എടുക്കണം എന്നൊക്കെയുള്ള കുഞ്ഞു ആഗ്രഹങ്ങളുണ്ട്.
നെക്സ്റ്റ് ക്വസ്റ്റ്യൻ അമൃതയാണ് ചോദിച്ചിട്ടുള്ളത്. വാട്ട് വേർ ദ ക്രിറ്റിസിസംസ് യു ഹേർഡ് വെൻ യു സ്റ്റാർട്ടഡ് വ്ളോഗിങ്? ഈ ഒരു ക്വസ്റ്റ്യൻ ഒരു ഭയങ്കര വെറൈറ്റി ക്വസ്റ്റ്യൻ ആണ്. ഇങ്ങനത്തെ ഒരു ക്വസ്റ്റ്യൻ ആരെങ്കിലും ചോദിച്ചാൽ കൊള്ളാമായിരുന്നു എന്ന് എനിക്ക് തോന്നി. ആൻഡ് ഫൈനലി അമൃത ഇത് ചോദിച്ചിട്ടുണ്ട് കേട്ടോ. ക്രിറ്റിസിസംസ് ഒരുപാട് കേട്ടിട്ടുണ്ട്, ഇപ്പോഴും കേൾക്കുന്നുണ്ട്. പക്ഷെ ഇപ്പം നമ്മളത് മൈൻഡാക്കാറില്ല. ബിക്കോസ് അവര് പറയും, പറയുന്നവര് പറയും, നമ്മളത് കേൾക്കാതിരുന്നാൽ മതി. അതുപോലെ ഇപ്പൊ നമ്മളെ കുറിച്ച് തന്നെ നെഗറ്റീവ് ആയിട്ടുള്ള റൂമേഴ്സ് ഒക്കെ ഇങ്ങനെ കേൾക്കുന്നുണ്ടെങ്കിൽ ചിലതൊക്കെ നമുക്ക് റെസ്പോണ്ട് ചെയ്യാതിരിക്കുന്നതെന്ന് പറയത്തില്ല ഞാന്. ചിലതൊക്കെ റെസ്പോണ്ട് ചെയ്യേണ്ടടുത്ത് ചെയ്യണം കേട്ടോ. ക്രിറ്റിസിസം അമ്മ പറ. ക്രിറ്റിസിസംസ് നമ്മളെ ആദ്യമൊക്കെ നമുക്ക് ഇല്ല പറഞ്ഞ പോലെ വിഷമം ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പൊ അങ്ങനെ വിഷമമൊന്നുമില്ല. ഓ അവരെന്തോന്ന് വെച്ചിട്ടായിട്ട് അങ്ങനത്തെ മൂഡ്. ഏത് മൂഡ്? അത് മൂഡ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ശരണ്യാണ് ചോദിച്ചിട്ടുള്ളത്. യൂട്യൂബ് ചാനൽ തുടങ്ങണമെന്ന് തോന്നാൻ കാരണം എന്താണ്? ഞാൻ ഓൾറെഡി പറഞ്ഞു, മുത്ത് ഓൾറെഡി അവള് ഞാൻ തുടങ്ങുന്നതിന് മുന്നേ അവള് ചാനൽ തുടങ്ങി. അവളുടെ വ്ളോഗിങ് കണ്ടോണ്ടൊക്കെ ഇരിക്കുമ്പോ എനിക്കൊരാഗ്രഹമൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഞാൻ കുഞ്ഞിലെ മുതലേ കണ്ണാടിയുടെ ഒക്കെ മുന്നേ വെച്ച് ഹായ് ഗൈസ്, ഹലോ ഗൈസ് എന്നൊക്കെ പറയുകയൊക്കെ ആയിരുന്നു. സ്കൂളിൽ ഞാൻ കോമ്പയറിങ് ചെയ്തിട്ടുണ്ട്. അത് +1 +2 റെയർ ആയിട്ടേ ഉള്ളായിരുന്നു. കാരണം നമ്മൾ വേറെ സ്കൂളിൽ നിന്ന് വന്ന ഒരു കുട്ടിയാണല്ലോ. അപ്പൊ ആ സ്കൂളിൽ പഠിച്ച കുട്ടികൾക്കാണ് അവര് പരിഗണന കൊടുത്തോണ്ടിരുന്നത്. അവിടെ എനിക്ക് വലിയ ഓപ്പർച്യൂണിറ്റി കിട്ടിയിട്ടില്ലെങ്കിലും പ്രയർ പാടാനും പ്ലഡ്ജ് ചെയ്യാനും ഒക്കെ കുഞ്ഞു കുഞ്ഞു ഓപ്പർച്യൂണിറ്റീസ് കിട്ടിയിട്ടുണ്ട്. പിന്നെ കോമ്പയറിങ് ചെയ്തിട്ടുണ്ട് അമൃതയില്. എൻവയോൺമെന്റ് ഡേക്ക് എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്. എൻവയോൺമെന്റ് ഡേക്ക് ഞാനും RC റാബിയൊക്കെ ആയിരുന്നു കോമ്പയറിങ് ചെയ്തിട്ടുണ്ടായിരുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ അനശ്വരയാണ് ചോദിച്ചിട്ടുള്ളത്. അബൌട്ട് അവർ സ്കൂൾ ലൈഫ് ആൻഡ് ഫ്രണ്ട്ഷിപ്പ്. സ്കൂൾ ലൈഫ് എന്ന് പറയുമ്പോൾ ഞാൻ 10ാം ക്ലാസ് വരെ ഉള്ളത് വലിയതായിട്ട് അങ്ങോട്ട് ആഗ്രഹിക്കുന്നില്ല. കാരണം എനിക്ക് കുറെ വേഴ്സ്റ്റ് എക്സ്പീരിയൻസ് ഉണ്ടായിട്ടുണ്ട്. അതുപോലെ തന്നെ +2 കുറെ വേഴ്സ്റ്റ് എക്സ്പീരിയൻസ് ഉണ്ടായിട്ടുണ്ടെങ്കിലും അവസാന നിമിഷം കുറെ മെമ്മറബിൾ മൊമെന്റ്സ് ഒരുപാട് ഉണ്ടായിട്ടുണ്ട് കേട്ടോ. ഫ്രണ്ട്ഷിപ്പ് എനിക്ക് പേടിയായിരുന്നു. എന്ന് വെച്ചാൽ 10th വരെ അങ്ങനെ ഞാൻ കുറെ ആൾക്കാരുടെ അടുത്തൊന്നും ഞാൻ മിണ്ടത്തൊന്നുമില്ല. അപ്പം +1 അതേ മൈൻഡ് സെറ്റ് ഉള്ള ആൾക്കാരാണോ എന്ന് വിചാരിച്ച് അങ്ങോട്ട് മിണ്ടാതിരുന്നിട്ടുണ്ടെങ്കിലും ഇങ്ങോട്ട് വന്ന മിണ്ടിയ കുട്ടിയാണ് നൂറ ഷെറഫ്. അങ്ങ് സെറ്റായി. ഞാനും നൂറയും ഇതുമൊക്കെ അങ്ങ് സെറ്റായി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ AK ക്ലാസിക് ബ്രേക്സ് ആണ് ചോദിച്ചിട്ടുള്ളത്. ഫേവറേറ്റ് പ്ലേസ് ടു ഗോ ആൻഡ് മേക്ക് എ വ്ളോഗ് ഇൻ ദാറ്റ് പ്ലേസ്? എനിക്ക് മാൽദീവ്സിൽ പോകണമെന്ന് ഭയങ്കര ആഗ്രഹമാണ്. പറ്റെങ്കിൽ പോയാൽ വ്ളോഗൊക്കെ എടുത്ത് നിങ്ങളെ കാണിക്കണം എന്ന് ആഗ്രഹം ഉണ്ട്. നടക്കുവാണെങ്കിൽ നടന്നു, ഇല്ലെങ്കിൽ ഇല്ല. എനിക്ക് ദുബായി പോകണമെന്ന് ഭയങ്കര ആഗ്രഹമാണ്. ഇതുപോലെ തന്നെ നടക്കെങ്കിൽ നടക്കും, ഇല്ലെങ്കിൽ അല്ലേ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആലിയ ചോദിച്ചിട്ടുള്ളത്. ഡു യു ഹാവ് എനി ഡ്രീം ഡെസ്റ്റിനേഷൻ? ഉണ്ട്, മാൽദീവ്സ് ഉണ്ട്. അമ്മയ്ക്ക് ദുബായ് ഉണ്ട്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ പ്രിയ സന്തോഷ് ആണ് ചോദിച്ചിട്ടുള്ളത്. യുവർ 10th സ്കൂൾ ആൻഡ് അബൌട്ട് ദ ഫ്രണ്ട്സ് ടീച്ചേഴ്സ് ഇൻ യുവർ സ്കൂൾ, യുവർ ഫേവറേറ്റ് ടീച്ചർ ദെയർ? 10th സ്കൂൾ അമൃത വിദ്യാലയം പേരൂർ കൊല്ലമാണ് ഞാൻ പഠിച്ചിട്ടുണ്ടായിരുന്നത്. ആസ് യൂഷ്വൽ അമ്മ ഇവിടെ വർക്കിംഗ് ആയിരുന്നു. സോ ഞാൻ 10th പാസ് ഔട്ട് ആയപ്പോൾ അമ്മ അവിടെ റിസൈൻ ചെയ്തു. ഞാൻ 10th പാസ് ഔട്ട് ആയതുകൊണ്ടല്ല അമ്മ റിസൈൻ ചെയ്തത്. അമ്മയ്ക്ക് ഹെൽത്ത് ഇഷ്യൂസ് ഒക്കെ ഉണ്ടായതുകൊണ്ടാണ് കേട്ടോ അമ്മ റിസൈൻ ചെയ്തത്. പിന്നെ അബൌട്ട് ദ ഫ്രണ്ട്സ് എന്ന് പറയുമ്പോൾ ഞാൻ പറഞ്ഞു, ഞാൻ ഓൾറെഡി എനിക്ക് കുറച്ച് ഡ്യൂട്ടീസ് ആൻഡ് റെസ്പോൺസിബിലിറ്റീസ് എനിക്ക് തന്നുകൊണ്ട് തന്നെ അതൊന്നും ഇഷ്ടപ്പെടാത്ത കുറെ ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ എനിക്ക് വലിയ ഫ്രണ്ട്സ് അങ്ങനെയൊന്നും ഇല്ലെന്ന്. എന്നാലും ദേവി, റാബി, നിസാന, JK, കൃഷ്ണ, തസ്നി, അമൃത, അപർണ ഇവരൊക്കെ ഉണ്ട്. ഇപ്പോഴും വാട്സാപ്പിൽ കോണ്ടാക്ട് ഉള്ളവരൊക്കെ ഉണ്ട് കേട്ടോ. ഇവരൊക്കെ പേര് വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കുക. അമ്മു അനാമിക എന്ന് പറയുമ്പോ അമ്മു ഞങ്ങളുടെ ബന്ധു, റിലേറ്റീവ് ആണ്. എന്റെ സെയിം ക്ലാസ്സിൽ ഞങ്ങൾ ഒരുമിച്ച് പഠിച്ചിട്ടുള്ളതാണ്. സോ അമ്മുവിനെ ഫ്രണ്ടായിട്ടും കരുതും ഞാൻ, എൻ്റെ റിലേറ്റീവായിട്ടും ഞാൻ കരുതും. പിന്നെ ഫേവറേറ്റ് ടീച്ചർ എന്ന് പറയുമ്പോൾ അമ്മ എൻ്റെ ടീച്ചറായിരുന്നു. പക്ഷെ അമ്മ എന്നെ ഡെയിലി വന്ന് ക്ലാസ്സിൽ പൊക്കുവെന്നുണ്ടുള്ള ആ ഒരു പേടി ഉണ്ടായിരുന്നു എനിക്ക് കേട്ടോ. എന്നുവെച്ചാൽ അതുകൊണ്ട് ഫേവറേറ്റ് അല്ല. പക്ഷെ ഫേവറേറ്റ് ആണ് മായാമിസ്, ലക്ഷ്മിസ്, ചിത്രാമിസ്. ഈ പറയുന്ന മായാമിസ് പൊക്കുന്ന ഉള്ളത് 100% അല്ല 101% ശരിയായിരുന്നു കേട്ടോ. കാരണം എന്ന് വെച്ചാൽ ക്ലാസ്സിൽ വന്ന ഉടനെ അരുണിമ സ്റ്റാൻഡപ്പ് ഒന്നും ചടപടാന്ന് പറഞ്ഞ ക്വസ്റ്റ്യൻ അങ്ങ് ചോദിക്കും കേട്ടോ. ഇത് ഞാൻ കിടന്ന് കരയുകയും ചെയ്യും അവസാനം. ലക്ഷ്മി, ചിത്രാംസ് ഒക്കെയാണ് കേട്ടോ. ഇവര് 3 പേരുമാണ് എന്റെ ഫേവറേറ്റ് ടീച്ചേഴ്സ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഹരിശങ്കർ ആണ് ചോദിച്ചിട്ടുള്ളത്. എന്താണ് ഫ്യൂച്ചർ പ്ലാൻ? തൽക്കാലം ഒരു അഡ്വക്കേറ്റ് ആകണം എന്നതാണ് ഫ്യൂച്ചർ പ്ലാൻ. കഴിഞ്ഞിട്ട് സെൽഫ് ഒരു ഇൻഡിപെൻഡന്റ് ആയിട്ട് കുറെ കാര്യങ്ങളൊക്കെ ചെയ്ത് തീർക്കണം. എന്തായാലും ഫ്യൂച്ചർ പ്ലാൻ ഉണ്ടോ? എനിക്കോ to see my daughters becoming a lawyer and a doctor.
അത് തന്നെ വലിയൊരു പ്ലാൻ അല്ലേ സുഹൃത്തുക്കളെ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ സന്തോഷ് ലക്ഷ്മിയാണ് ചോദിച്ചിട്ടുള്ളത്. വാട്ട് ഡു യു തിങ്ക് പീപ്പിൾ മിസ് അണ്ടർസ്റ്റാൻഡ് അബൌട്ട് യു ദ മോസ്റ്റ്? ഞാൻ ജാടയാണ്, അഹങ്കാരിയാണെന്ന് കുറെ പേര് തെറ്റിദ്ധരിക്കുന്നുണ്ട്. പക്ഷെ അതൊന്നുമല്ല അല്ലേ? ചില സമയത്ത് എനിക്കും തോന്നാറുണ്ട് ഇച്ചിരി ജാട കൂടുതലാണോന്ന്. കാര്യം അത് ഈ ഇടയ്ക്കായിട്ടല്ലേ അമ്മ? അതെ അതെ, മുഖത്തിന്റെ എക്സ്പ്രഷൻ ഒക്കെ അങ്ങനെയൊക്കെയാണ് കാണിക്കുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ അപർണയാണ് ചോദിച്ചിട്ടുള്ളത്. ഹു ഇസ് ദ ബാക്ക് ബോൺ ഓഫ് യുവർ അച്ചീവ്മെന്റ്സ്? അബ്സല്യൂട്ട്ലി എല്ലാവരുടെയും എല്ലാ മക്കളുടെയും അച്ചീവ്മെന്റ്സിന്റെ ബിഹൈൻഡ് അവരുടെ പേരൻസ് തന്നെ ആയിരിക്കും. അപ്പൊ എന്റെയും ബിഹൈൻഡ് പേരൻസ് തന്നെയാണ്. താങ്ക് യു. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ അമൽജിത്ത് ആണ് ചോദിച്ചിട്ടുള്ളത്. ലൈഫ് ആഫ്റ്റർ സ്റ്റാർട്ടിങ് യൂട്യൂബ് ചാനൽ. ഫുൾ ടൈം ഹലോ ഗൈസ്, ഹായ് ഗൈസ് എന്നും പറഞ്ഞ് നടക്കുന്നതാണ് ഇപ്പൊ എന്റെ പരിപാടി സുഹൃത്തുക്കളെ. ഈ സ്കൂളിലൊക്കെ എല്ലായിടത്തും സബ്സ്ക്രൈബ് ചെയ്യണേ എന്നൊക്കെ പറഞ്ഞ ഭയങ്കര നാണക്കേടൊക്കെ ആയിരുന്നു. സബ്സ്ക്രൈബേഴ്സ് ഇപ്പം പുറത്തു പോകുമ്പോ നമ്മളെ തിരിച്ചറിയുന്ന നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് ഉണ്ട്. കൊച്ചു പിള്ളേര് മുതൽ ആന്റിമാര് വരെ ഉള്ളതുണ്ടോ. ഹോസ്പിറ്റലിൽ വരെ നമ്മളെ കണ്ടെത്തി എന്നുള്ളതാണ്. ഞാൻ ATM പൈസ എടുക്കാൻ പോയപ്പോ വരെ എന്നെ കണ്ടുപിടിച്ച്. കല്യാണത്തിന് പോയപ്പോ കണ്ടുപിടിച്ച്. അതെ അതെ അതെ, അതൊക്കെ വളരെ സന്തോഷം തരുന്ന ഒരു മൊമെന്റ് ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആദിത്യയാണ് ചോദിച്ചിട്ടുള്ളത്. വാട്ട് ഇസ് എ മോസ്റ്റ് ട്രാജിക് സിറ്റുവേഷൻ യു ഹാവ് എവർ ഫേസ്ഡ് ആൻഡ് ഹൗ ഡിഡ് യു ഓവർകം ഇറ്റ്? ട്രാജിക് സിറ്റുവേഷൻ എന്ന് പറയുമ്പം യൂട്യൂബ് ചാനൽ തുടങ്ങിയ ശേഷം കുറെ നെഗറ്റീവ് ആയിട്ടുള്ള കുറെ ആൾക്കാര് കുറെ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. കുറെ കേട്ടിട്ടുണ്ടല്ലേ? കുറെ കേട്ടിട്ടുണ്ട്. ചിലപ്പോ ചിലവരുടെ അടുത്ത് പറഞ്ഞ് പറയിപ്പിക്കും, ഇങ്ങനെ പറയണേ എന്ന് പറഞ്ഞ് പറയിപ്പിക്കും. ഇല്ലെങ്കിൽ ന്യൂസ് പിടിക്കാൻ വേണ്ടിട്ട് കുറെ ആൾക്കാരുണ്ടല്ലോ. അതിപ്പോ എല്ലാവരുടെ ഫാമിലിയിൽ കാണുമല്ലോ, നമ്മളെ മാത്രമല്ല. ന്യൂസ് പിടിക്കാൻ വേണ്ടിട്ട് കുറെ ആൾക്കാരെ പറഞ്ഞു വിടും. ഇല്ലെങ്കിൽ നമുക്കപ്പോ മനസ്സിലാവും ന്യൂസ് പിടിക്കാൻ വരുവാണ്. ഓവർകം ചെയ്തെന്ന് എങ്ങനെയെന്ന് ചോദിച്ചാ നമ്മള് സെൽഫായിട്ട് നമ്മളെ മനസ്സിനെ പറഞ്ഞ് പഠിപ്പിച്ചു. ആരെയും ദ്രോഹിക്കാൻ പോകുന്നില്ല. ഇങ്ങോട്ടാണ് എല്ലാം കയറി വരുന്നത്. ഇങ്ങോട്ട് ആദ്യമൊക്കെ ഭയങ്കര വിഷമമായിരുന്നു, ഇപ്പൊ ഒന്നുമില്ല. നെക്സ്റ്റ് ശ്രീകാന്ത് ആണ് ചോദിച്ചിട്ടുള്ളത്. 2 ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ക്വാളിറ്റി ഡു യു ഫൈൻഡ് ദ മോസ്റ്റ് അട്രാക്റ്റീവ് ഇൻ എ പേഴ്സൺസ് ക്യാരക്ടർ? ഒരാളുടെ ഇതില് അവരുടെ സിമ്പിൾ നേച്ചർ ആണ്, അല്ലെങ്കിൽ സിംപ്ലിസിറ്റി ആണ് ഒരുപാട് ഇഷ്ടമുള്ളത്. ഒരുപാട് ജാടക്കാരെ ഒന്നും വലിയ എന്റർടൈൻ ചെയ്യാറില്ല ഞാൻ. എനിക്ക് ഇഷ്ടമല്ല ജാടകളെ. സിമ്പിൾ ആയിട്ട് നമ്മുടെ അടുത്ത് നമ്മളെ ഡീൽ ചെയ്യുന്ന നമ്മുടെ രീതിയിലുള്ള ആൾക്കാരെയൊക്കെയാണ് നമ്മളെ ഒരേ വൈബ് അനുസരിച്ച് പോകുന്ന കുറെ പേരുണ്ടല്ലോ, അവരുമായിട്ട് കമ്പനി കൂടണം. ഒരുപാട് ജാടയും ഒരുപാട് ഹെഡ് വെയിറ്റ് ഒക്കെ കാണിക്കുന്ന ആൾക്കാരുടെ അടുത്ത് നമുക്ക് വലിയ താല്പര്യമില്ല. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഹൂ ഈസ് യുവർ ബിഗ്ഗസ്റ്റ് സപ്പോർട്ടർ? പേരൻസ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ട്രാവൽ സ്പിയർ ആണ് ചോദിച്ചിട്ടുള്ളത്. ബിഗ്ഗസ്റ്റ് സപ്പോർട്ടർ ഇൻ യുവർ ലൈഫ്? വീണ്ടും പേരൻസ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ തസ്നിയാണ് ചോദിച്ചിട്ടുള്ളത്. ഹൂ ഇസ് ദ പേഴ്സൺ ഹൂ വിൽ ബി വിത്ത് യു ഇൻ യുവർ മോസ്റ്റ് ഡിപ്രസ്ഡ് ടൈം? ഫസ്റ്റ് ഓഫ് ഓൾ എന്റെ പേരൻസ് കാണും എന്റെ കൂടെ, ഇല്ലെങ്കിൽ എന്റെ ഫ്രണ്ട്സ് കാണും എന്റെ കൂടെ. എന്റെ ഹസ്ബൻഡ് ആണ് ഏറ്റവും വലിയ സപ്പോർട്ടർ. ഡിപ്രസ് ടൈമിലും എന്റെ മുഖം വല്ലാതായി കഴിഞ്ഞാൽ പോലും പുള്ളിക്കാരൻ 6th സെൻസിലൂടെ കണ്ടുപിടിക്കുന്ന ഒരു വ്യക്തിയാണ്. എന്റെ കൂടെ നിൽക്കുന്ന, എന്റെ വീട്ടിൽ നിൽക്കുന്ന എന്റെ മക്കള് പോലും ചില സമയത്ത് എന്റെ കാര്യങ്ങൾ എന്റെ മുഖം കണ്ടുപിടിക്കും. ഒരു പ്രോബ്ലം വന്ന ഐഡിയ എന്തോ പറ്റി, നമുക്ക് സോൾവ് ആക്കാം, അങ്ങനെയൊക്കെ ചോദിക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ടല്ലോ. ഇല്ലെങ്കിൽ ആർ യു ഓക്കെ എന്ന് ചോദിക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ടല്ലോ, അവരൊക്കെ ഭയങ്കര പ്രഷ്യസ് ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട്സ് യുവർ ഡ്രീം വെൻ യു ഗെറ്റ് യുവർ ഫസ്റ്റ് യൂട്യൂബ് റവന്യൂ? ഞാൻ പറഞ്ഞല്ലോ, ചാരിറ്റി, പേരൻസ്, ദെൻ സെൽഫായിട്ട് എന്തെങ്കിലും ചെയ്യണം. ആൻഡ് വെൻ യു ഹിയർ അബൌട്ട്, അത് തസ്നി തന്നെ. നെക്സ്റ്റ് അവൾ തന്നെ ചോദിച്ചിട്ടുള്ളത്, വെൻ യു ഹിയർ അബൌട്ട് നെഗറ്റീവ് റിവ്യൂസ്, വാട്ട്സ് ദ ഫസ്റ്റ് തിങ് കേം ഇൻ യുവർ മൈൻഡ്? ഫസ്റ്റ്ലി ഒക്കെ നമുക്ക് ഒരു വിഷമമായിരുന്നു. പിന്നെ വിഷമം ഉണ്ടെങ്കിലും യൂട്യൂബ് ചാനൽ നിർത്തണം എന്നിട്ടുള്ള ഒരു സംഭവം നമ്മളെ മൈൻഡിലില്ല. ഒരുപാട് നമുക്ക് പ്രഷർ കിട്ടിയിട്ടുണ്ടായിരുന്നു അല്ലേ? ഫാമിലിയിൽ നിന്നാണെങ്കിലും ഫ്രണ്ട്സിൽ നിന്നാണെങ്കിലും പുറത്തുനിന്നാണെങ്കിലും പ്രഷർ ഉണ്ടായിരുന്നു. പക്ഷേ നമ്മൾ വിട്ടുകൊടുക്കാൻ ഉദ്ദേശിക്കുന്നുമില്ല. നമ്മൾ ഈ യൂട്യൂബ് തുടങ്ങിയത് ജസ്റ്റ് അവൾക്ക് തോന്നി അത് കൊണ്ടുപോകണം. പിന്നെ നമുക്ക് ആ ഒരു ഇതിൽ നിന്ന് കുറേ ഫ്രണ്ട്സിനെ കിട്ടി. ഒരുപാട് ഈ നെഗറ്റീവ് കമന്റ്സിന്റെ 4 ഇരട്ടി 5 ഇരട്ടി 10 ഇരട്ടി ഞങ്ങൾക്ക് നല്ല കമന്റ്സും കൂടെ കിട്ടുന്നുണ്ട്. അതും കൂടെ പറയണമല്ലോ. പിന്നെ ഒരുപാട് സപ്പോർട്ടും കൂടെ കിട്ടുന്നുണ്ട്. ഈ നെഗറ്റീവ് കമന്റ്സ് കുറച്ച് പേര്, ഒരു 5-6 പേര് മാത്രമേ പറയുന്നുള്ളൂ. ഈ പറയുന്നവർ പറഞ്ഞ് ഇരുന്നുകൊണ്ടിരിക്കുക. അപ്പോൾ വി ഡോണ്ട് കെയർ ദം. അപ്പൊ തന്നെ നമ്മൾ റിപ്ലൈ കൊടുത്തില്ലെങ്കിൽ അവർ വീണ്ടും പറഞ്ഞ് ഷോ കാണിച്ചുകൊണ്ടിരിക്കും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്,
തസ്നിയാണ്. ഹൂ വാസ് ദ ഇൻസ്പിറേഷൻ ബിഹൈൻഡ് യുവർ യൂട്യൂബ് ചാനൽ? മുത്താണ് സുഹൃത്തുക്കളെ ഇൻസ്പിറേഷൻ എന്ന് പറയുമ്പോൾ. അവള് യൂട്യൂബ് ചാനൽ തുടങ്ങിയതിന് ശേഷം എനിക്കൊന്ന് 1 വർഷം കഴിഞ്ഞിട്ടെങ്ങാണ്ടാന്ന് തോന്നുന്നു ഞാൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. എനിക്ക് അങ്ങനത്തെ ഒരു ആഗ്രഹം മനസ്സിലുണ്ടായിരുന്നു അല്ലേ, പക്ഷെ അത് പ്രകടിപ്പിച്ചത് ഗുരുവായൂർ ചെന്നിട്ടാണ്, നടയിൽ വെച്ചായിരുന്നു. Then when you first upload your vlog, what was the thing that's going on your mind? എന്ന് വെച്ചാല് എങ്ങനെങ്കിലും അങ്ങ് വീഡിയോ അപ്ലോഡ് ആക്കണം, എഡിറ്റ് ആക്കണം. അന്നൊന്നും എനിക്ക് കോപ്പിറൈറ്റിന്റെ കാര്യം ഒന്നും അറിയത്തില്ലായിരുന്നു. വീഡിയോസ് നമ്മുടെ കോപ്പിറൈറ്റ് ഇഷ്യൂ വന്നിട്ടുണ്ട്, എനിക്കൊന്നും അറിയത്തില്ല യൂട്യൂബിനെ കുറിച്ച്. പക്ഷെ സന്ധ്യാന്റി മുത്തൊക്കെ ഓരോന്ന് കാര്യങ്ങളൊക്കെ പറഞ്ഞെന്ന് ഞാൻ ഓരോന്ന് ഇപ്പൊ പഠിക്കുന്നത്. കുറെയൊക്കെ പഠിച്ച് കോപ്പിറൈറ്റ് വരാത്ത പാട്ടൊക്കെ ചെയ്തിട്ടാണ് ഞാൻ വ്ളോഗ് എഡിറ്റ് ചെയ്ത് നിങ്ങളിൽ എത്തിക്കുന്നത്. പിന്നെ ആദ്യം ഗുരുവായൂർ വ്ളോഗ് ആണ് നമ്മൾ പാർട്ടൊക്കെ ആയിട്ടാണ് അപ്ലോഡ് ആക്കിയിട്ടുള്ളത്. സോ അത് അപ്ലോഡ് ആക്കുമ്പോൾ തന്നെ എന്റെ മനസ്സിൽ ആരെങ്കിലും ഒക്കെ കാണുമായിരിക്കും, ആർക്കെങ്കിലും ഇഷ്ടപ്പെടുവോ എന്റെ ആ ഒരു വർത്തമാനം. ഇപ്പൊ ആർക്കെങ്കിലും ഒക്കെ ഇഷ്ടമാണ്, ഇപ്പൊ എല്ലാവർക്കും ഇഷ്ടമല്ലേ ഗൈസ്? നിങ്ങൾ പറയൂ, ഇഷ്ടമല്ലേ എന്നെ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത് അബിയാണ്. വാട്ട് മോട്ടിവേറ്റഡ് യു ടു സ്റ്റാർട്ട് എ യൂട്യൂബ് ചാനൽ? ഞാൻ പറഞ്ഞു, വീണ്ടും പറയുന്നു, മുത്തക്കിളി ഇൻസ്പിറേഷൻ ബിഹൈൻഡ് the plan of starting YouTube channel. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഗൗരിയാണ് ചോദിച്ചിട്ടുള്ളത്. 5 ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട് കേട്ടോ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, പെണ്ണ് കാണൽ വ്ളോഗ് പൊളിയായിരുന്നു, ആരുടെ ക്രിയേഷൻ ആയിരുന്നു? മൈ ഫാദർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട്സ് എ ബിഗ്ഗസ്റ്റ് മിസ്റ്റേക്ക് യു ഹാവ് മേഡ് ഇൻ യൂട്യൂബ്? അങ്ങനെ അബദ്ധങ്ങളായിട്ടൊന്നും അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, അബൌട്ട് നിങ്ങളുടെ സ്കൂൾ ഫ്രണ്ട്ഷിപ്പ് ഉണ്ടോ? സ്കൂൾ ഫ്രണ്ട്ഷിപ്പ് സ്കൂളില് കുറെ നോർത്ത് ഇന്ത്യൻ ഫ്രണ്ട്സ് ഒക്കെ ഉണ്ടായിരുന്നു. സ്കൂൾ ഫ്രണ്ട്ഷിപ്പ് എന്ന് പറയുമ്പോൾ എല്ലാം നോർത്ത് ഇന്ത്യൻസ് ആയതുകൊണ്ട് അങ്ങനത്തെ ഒരു കമ്മിറ്റ്മെന്റോ അങ്ങനെ ഒന്നും ഇല്ലായിരുന്നു. PG ലെവലിൽ ഉള്ള ഫ്രണ്ട്ഷിപ്പ് ഇപ്പോഴും കണ്ടിന്യൂ ചെയ്യുന്നുണ്ട്. ഇവരുടെ ഒരു ഗ്രൂപ്പ് ഉണ്ട്, അവരെല്ലാം ഒറീസയിലാണ്. എൻ്റെ എല്ലാം എഡ്യൂക്കേഷൻസ് എല്ലാം നടന്നത് ഒറീസയിലായിരുന്നു. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട്സ് യുവർ ഫേവറേറ്റ് പ്ലേസ് ടു ട്രാവൽ ആൻഡ് വൈ? മാൽഡീവ്സ് ആണ് ഇഷ്ടം ട്രാവൽ ആക്കാൻ. അമ്മയ്ക്ക് ദുബായ് ആണ് ഇഷ്ടം. പണ്ട് മുതലേ എനിക്ക് മാൽഡീവ്സിൽ പോകണം എന്നുള്ള സ്ഥലം കൂടി ഇഷ്ടമുണ്ട് കേട്ടോ. അച്ഛൻ ഉള്ള സ്ഥലം കുവൈറ്റ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, അബൌട്ട് യുവർ സീനിയേഴ്സ്. ഗൈസ്, സീനിയേഴ്സിനെ പറ്റി പറയുകയാണെങ്കിൽ എനിക്ക് നമ്മുടെ കോളേജില് എല്ലാവരെയും എനിക്കൊന്നും അറിയത്തില്ല സത്യം പറഞ്ഞാൽ. 5th ഇയറിൽ അങ്ങനെ കുറെ പേരൊന്നും അറിയത്തില്ല, 2-3 പേരെയൊക്കെ അറിയത്തുള്ളൂ. 4th ഇയറിൽ നമ്മുടെ ധനുഷണ്ണൻ, പിന്നെ അങ്ങനെ നിരഞ്ജന ചേച്ചി, പിന്നെ അഖില ചേച്ചി, അഞ്ജന ചേച്ചി, അങ്ങനെ കുറച്ച് പേരൊക്കെ അറിയത്തുള്ളൂ. 3rd ഇയർ അങ്ങനെ വലുതായിട്ട് അറ്റാച്ച്മെന്റ് ഉള്ളൊന്നും ആരും ഇല്ല. 2nd ഇയറിലാണ് ഗൈസ് അറ്റാച്ച്മെന്റ് ഉള്ളത്. മോസ്റ്റ് ഇമ്പോർട്ടന്റ് ഫേവറേറ്റ് സീനിയേഴ്സ് എന്ന് പറയുന്നത് ആദി പവിജയാണ് കേട്ടോ. പവിജയായിട്ട് ഇന്നും കുറച്ച് മുന്നേ ഞാൻ അങ്ങോട്ട് മെസ്സേജ് ഇട്ടത്. ഇവള് ഭയങ്കര ക്ലോസ് ആണ് കേട്ടോ. പവിജ എന്ന് പറയുമ്പോൾ ഇവര് സീനിയേഴ്സ് എന്നുള്ള നിലയില് അങ്ങനെ നമ്മള് റാഗിങ്ങോ ഇല്ലെങ്കിൽ ദേഷ്യപ്പെടലോ ഒന്നുമില്ല. ആസ് എ സിസ്റ്റർ അനുവിനെ കാണുന്ന പോലെ തന്നെയാണ് ഞാൻ പവിജനെ കാണുന്നത്, അതുപോലെ ആദിനെ കാണുന്നത്. ഭയങ്കര ക്ലോസ് ആണ്, ഭയങ്കര സ്നേഹമാണ്, അത്രേ ഉള്ളൂ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ശ്രീരാജ് ആണ് ചോദിച്ചിട്ടുള്ളത്. വാട്ട് ഡു യു എൻജോയ് ഡൂയിങ് ഇൻ യുവർ ഫ്രീ ടൈം? കുക്ക് ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാട്ടോ എനിക്ക്. പിന്നെ പാട്ട് കേൾക്കാനും ഭയങ്കര ഇഷ്ടമാണ്. ചിലപ്പോൾ ഞാൻ ഇയർപോഡൊക്കെ വെച്ച് കേൾക്കും, ഇല്ലെങ്കിൽ ഞാൻ സ്പീക്കർ ഇട്ട് എല്ലാവരും ഉണർത്തുന്ന രീതിയിൽ കേൾക്കും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, അമ്മ എന്തെങ്കിലും ഉണ്ടോ ഫ്രീ ടൈമിലോ? അമ്മയ്ക്ക് കുക്ക് ചെയ്യുക, ഫ്രീ ടൈമിൽ കുക്ക് ചെയ്യുക, അച്ഛനെ വിളിക്കുക, ഉറങ്ങുക അല്ലേ, അല്ലെങ്കിൽ ഫോൺ നോക്കുക. വാട്ട് ആർ യു പാഷനേറ്റ് അബൌട്ട്? പാഷൻ എന്ന് പറയുമ്പോൾ എനിക്ക് പണ്ട് മുതലേ പാട്ട് പാടാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. ഞാനും അനുവും ഡാൻസും പാട്ട് പഠിച്ചിട്ടുള്ളതാണ്. അരങ്ങേറ്റം ഓൾറെഡി കഴിഞ്ഞിട്ടുള്ളതാണ്. ഞാൻ 3rd സ്റ്റാൻഡേർഡിലാണ് എന്റെ ഡാൻസിന്റെ അരങ്ങേറ്റം കഴിയുന്നത്. പാട്ടിന്റെ അരങ്ങേറ്റം 5th സ്റ്റാൻഡേർഡിലാണ് കഴിയുന്നത് കേട്ടോ. ആ ഒരു ടൈമിൽ ഡാൻസ് ഒന്നും ഭയങ്കര ഒന്നും ഇഷ്ടമല്ലായിരുന്നു. ഇവർ എന്നെ ഫോഴ്സ് ചെയ്ത് വിടുമായിരുന്നു, പോന്നും പറഞ്ഞിട്ട്. എനിക്ക് ഇഷ്ടമല്ലായിരുന്നു. 2.5 വയസ്സിലാണ് ഡാൻസ് പഠിക്കാൻ തുടങ്ങിയത്. പക്ഷെ അനുവിന് ഇഷ്ടമാണ് ഡാൻസ്. ഞാൻ അന്നും കളിക്കത്തില്ല, നല്ലോണം ഇന്നും കളിക്കത്തില്ല. ഹെവി മേക്കപ്പ് ഉണ്ടല്ലോ, അതിട്ട് കഴിഞ്ഞാൽ ഞാൻ ചിരിക്കത്തില്ല, ആരുടെടുത്തും മിണ്ടത്തില്ല, ഒരു മൂവ്മെന്റ്സും ഇല്ല, ഒരു വികാരവും ഇല്ല, ഇങ്ങനെ ഇരിക്കുമായിരുന്നു. പാട്ട് എനിക്ക് ഇപ്പോഴും ഇഷ്ടമാണ്. പിന്നെ വാട്ട്സ് യുവർ ഫേവറേറ്റ് മെമ്മറി ഫ്രം ചൈൽഡ്ഹുഡ്? അനുവായിട്ട് അടി ഉണ്ടാക്കുക, കുവൈറ്റിൽ ചെന്നിട്ട് ഇപ്പോഴും ആ വീഡിയോസ് ഒക്കെ അച്ഛൻ ഗൂഗിൾ ഫോട്ടോസിൽ നിന്ന് അയച്ചു തന്നിട്ടോ. അനു പണ്ട് ഇങ്ങനെ വീഡിയോ എടുത്തിട്ട് ഹായ് ഗായ്സ് ഇങ്ങനെയൊക്കെ പറഞ്ഞ് കുറെ വീഡിയോ ഉണ്ട് കേട്ടോ. ഓ, എനിക്കായിരുന്നു കൂടുതൽ കിട്ടിയിട്ടുള്ളത്. അനു എസ്കേപ്പ് ചെയ്യുമായിരുന്നു. ഇപ്പൊ നമ്മൾ അങ്ങനെ വലുതായപ്പോ അടിയൊന്നും ഉണ്ടാക്കാറില്ല, എന്നാലും അടിയില്ല, വഴക്കിടും, അത് വല്ലപ്പോഴും. പിന്നെ വാട്ട്സ് എ ഗോൾ യു ആർ വർക്കിംഗ് ഓൺ റൈറ്റ് നൗ? തൽക്കാലം ഒരു LLB 5 ഇയർ പഠിച്ചിട്ട് ഒരു അഡ്വക്കേറ്റ് ആകണം എന്നുള്ളൊരു ഗോളാണ് എന്റെ മനസ്സിൽ ഉള്ളത്. അമ്മയ്ക്ക് to see my daughters coming out in flying colors as doctor and lawyer.
നെക്സ്റ്റ് ക്വസ്റ്റ്യൻ സ്മിത മോൾ അബൌട്ട് യുവർ കോളേജ് ലൈഫ്. കോളേജ് ലൈഫ് ആസ് ഐ സെഡ് എന്റെ എല്ലാം പഠിത്തം എല്ലാം റീസെയിലായിരുന്നു. ഇപ്പൊ ഈ ഇടയ്ക്ക് ഞാനുണ്ടല്ലോ അമ്മയുടെ കോളേജിലാണോ പ്ലസ് ടുവിലാണോ ഏതാണ്ടൊക്കെ സർട്ടിഫിക്കറ്റ് ഞാൻ അരിച്ചു പറക്കാൻ നേരത്ത് കണ്ടുപിടിച്ചു കേട്ടോ. സ്കൂൾ ലൈഫ്, സ്കൂൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഒരു മലയാളി ഫാദറും ഒക്കെ നടത്തുന്നുണ്ടായിരുന്നു. സെന്റ് ഗ്രിഗോറിയസ് ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ റോക്ല. പിന്നെ അതുപോലെ തന്നെ കോളേജ് പ്ലസ് ടു എന്ന് പറയുന്നത് ആ സമയത്ത് കോളേജിലായിരുന്നു, റോക്ല മുനിസിപ്പൽ കോളേജ്. അതുപോലെ തന്നെ പ്ലസ് 3 ഡിഗ്രിക്കാണ് പണ്ട് പറഞ്ഞുകൊണ്ടിരുന്നത്, പ്ലസ് 3 അതും റോക്ല മുനിസിപ്പൽ കോളേജായിരുന്നു. പിന്നെ എൻ്റെ PG ചെയ്തത് സമ്പൽപൂർ യൂണിവേഴ്സിറ്റിയിലായിരുന്നു. പിന്നെ BEd ഇവിടെ നാട്ടിൽ വന്നിട്ടാണ് ചെയ്തത്. എല്ലാ എഡ്യൂക്കേഷൻ എല്ലാം പുറത്തായിരുന്നു. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ അബൌട്ട് സ്കൂൾ ആൻഡ് കോളേജ് ഫ്രണ്ട്സ്. സ്കൂൾ ആൻഡ് കോളേജ് ഫ്രണ്ട്സ്, സ്കൂളിൽ അതിനു വേണ്ടി എനിക്കൊരു ഇൻറ്റിമസി ഒന്നും ഇല്ലായിരുന്നു ആരുടെയും കൂടെ. കോളേജ് ഫ്രണ്ട്സ് ഇപ്പോഴും പ്ലസ് 2 പ്ലസ് 3 പ്ലസ് 2വും അതുപോലെ തന്നെ ഡിഗ്രിയിലും അതിനു വേണ്ടി ഫ്രണ്ട്സ് അന്നേരം ഉണ്ടായിരുന്നു. പിന്നെ നമ്മളിവിടെ നാട്ടിൽ ഷിഫ്റ്റ് ചെയ്തതിന് ശേഷം അങ്ങനെ ഒരു കോണ്ടാക്ട് ഒന്നും ഇല്ലായിരുന്നു. പക്ഷെ എനിക്ക് PG ലെവലുള്ള ഫ്രണ്ട്സ് ഇപ്പോഴും ഇൻ കോണ്ടാക്ട് ഉണ്ട്. നമ്മൾക്ക് ഒരു ഗ്രൂപ്പ് ഉണ്ട്, അതിനകത്ത് നമ്മൾ കോണ്ടാക്ട് ചെയ്യാറുണ്ട്. നല്ല കൂട്ടുകാരൊക്കെയാണ്. എന്റെ അടുത്ത് ഞാൻ ഓൾറെഡി പറഞ്ഞല്ലോ കോളേജ് ലൈഫ്, സ്കൂൾ ഫ്രണ്ട്സ്, കോളേജ് ഫ്രണ്ട്സ് ഞാൻ പറഞ്ഞു. സോ ഇനി റിപ്പീറ്റ് ആക്കാൻ എനിക്കും താല്പര്യമില്ല. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എദൂസ് വ്ളോഗാണ് ചോദിച്ചിട്ടുള്ളത്. ബെസ്റ്റ് സ്കൂൾ മെമ്മറീസ്. പ്ലസ് 2 ഭയങ്കര അടിപൊളി മെമ്മറീസ് ഒക്കെ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ ആ ഒരു മെമ്മറീസ് ഒക്കെ ഉണ്ടായത് ഏറ്റവും അവസാന നിമിഷമാണ് കേട്ടോ. TCAM-ലുണ്ടല്ലോ ഫിസിക്സ് കെമിസ്ട്രി ലാബ് ഒന്നും ഇരിക്കാനൊന്നും പറ്റൂല, കസേരയൊന്നും ഇല്ല. പക്ഷെ ബയോളജി ലാബിൽ ഇരിക്കാൻ പറ്റുമായിരുന്നു, വലിയ ടേബിളൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ സോ ബയോളജി ലാബ് പീരീഡ് വരുമ്പോൾ ഞാൻ, ഫാത്തിമ, നിസാന, നൂറ, യദു ഓടുമായിരുന്നു കേട്ടോ സീറ്റ് പിടിക്കാൻ വേണ്ടിയിട്ട്. കെമിസ്ട്രി ലാബിൽ നമ്മളെ പിപ്പറ്റ് ഒക്കെ ഇല്ല, ബ്യൂററ്റ്, അങ്ങനത്തെ കുറെ എക്സ്പെരിമെന്റ് ഒക്കെ ചെയ്യാനില്ല. അപ്പം പിപ്പറ്റ് ഊതുമ്പോൾ എനിക്ക് ഊതാൻ പറ്റൂലായിരുന്നു. എനിക്ക് ഒന്നെങ്കിൽ അത് പനിയായിരിക്കും, ഇല്ലെങ്കിൽ എനിക്ക് ഊതുമ്പോൾ മുകളിലോട്ട് വരൂല സൊല്യൂഷൻ. പിന്നെ ഞാൻ നിസാനെ കൊണ്ടൊക്കെ ഊതിപ്പിക്കുമായിരുന്നു. ഭയങ്കര അടിപൊളി, ചിരിച്ചിരി ചാവുമായിരുന്നു കേട്ടോ. ലാസ്റ്റ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത് അമൃത രാജാണ്. 3 ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. ഹൂ ഡു യു ലൈക്ക് ദ മോസ്റ്റ് എമംഗ് യുവർ കസിൻസ്? വൈ? എനിക്ക് കുറെ കസിൻസ് ഉണ്ട് ഗൈസ്, കുറെ ഉണ്ട്. അച്ഛന്റെ സ്വന്തം കുടുംബക്കാരാവുമ്പോ, അതായത് അച്ഛന്റെ സിബ്ലിങ്സിലുള്ള മക്കൾ എന്ന് പറയുമ്പം ഗോവിന്ദുണ്ട്, അർച്ചന ചേച്ചി ഉണ്ട്, ദേവി ചേച്ചി, പൂജ ചേച്ചി, പിന്നെ ഞാനും. അപ്പൊ ഇത്ര പേരാണ് അച്ഛന്റെ സിബ്ലിങ്സിലുള്ള മക്കൾ എന്ന് പറയുമ്പോൾ. അല്ലാതെ അച്ഛന്റെ കുഞ്ഞമ്മമാരെ മക്കളൊക്കെ ഉണ്ട് കേട്ടോ, മക്കളുണ്ട്. യദുചേട്ടൻ, ശങ്കരൻ ചേട്ടന്റെ വൈഫ് ജയപാർവതി ചേച്ചി, പിന്നെ ആരാ, കല്യാണി ചേച്ചി, അനന്തൻ ചേട്ടൻ, അഭിരാമി ചേച്ചി, യദുചേട്ടൻ പറഞ്ഞു, ഗോവിന്ദ്, ഈശ്വരി. ഈശ്വരി ചേച്ചി, ഗോവിന്ദ്. വേറെ ഗോവിന്ദ് കേട്ടോ, അത് ഈശ്വരി ചേച്ചിയുടെ സ്വന്തം അനിയനാണ് ഗോവിന്ദ് എന്ന് പറയുമ്പോ. മറ്റേ ഗോവിന്ദ് എന്റെ വല്യച്ഛന്റെ മോനാണ് കേട്ടോ. അവൻ സിംഗിൾ ചൈൽഡ് ആണ്. അവന്റെ കൂടാണ് ഞാൻ ഡാൻസ് ചെയ്യുന്നത്. പിന്നെ അവന്റെ കൂടെയാണ് ഫുൾ ടൈം. അച്ഛന്റെ കുടുംബത്തിൽ എന്തെങ്കിലും ഒക്കേഷൻസ് വന്നാൽ ഞാൻ അവന്റെ കൂടെ ആയിരിക്കും ഫുൾ ടൈം നടക്കുന്നതും ഓടുന്നതും. നമ്മളെ ഒരേ സെയിം ഏജ് ആണ്, ഒരേ വൈബാണ്. എവിടെയെങ്കിലും പോവാനാണെങ്കിലും നമ്മളിപ്പം അച്ഛന്റെ വീട്ടിലെന്തെങ്കിലും ഒക്കേഷൻ ആണെങ്കിൽ അവന്റെ കൂടെ ആയിരിക്കും ഞാനിരുന്ന് ഫുൾ ടൈം ഫുഡ് കഴിക്കുന്നത്. അമ്മയുടെ വീട്ടിലാണെങ്കിൽ പൊന്നുചേച്ചി ഉണ്ട്, പൊന്നുചേച്ചിക്ക് ചേട്ടനുണ്ട്. ഗായ്സ്, നിങ്ങൾക്കറിയാമോ ചേട്ടനുണ്ടെന്ന്? അറിയത്തില്ല. ചേട്ടൻ ദുബായിലാണ്. നമ്മൾ എന്തെങ്കിലും നാട്ടിൽ വരുമ്പോ വ്ളോഗിൽ കാണിക്കുന്നതായിരിക്കും. എന്നെ അവിടെ ഇരുന്ന് ട്രോളുന്ന ഒരു കുട്ടിയല്ല, ഒരു ചേട്ടനാണത് കേട്ടോ. അപ്പൊ ചേട്ടൻ, പൊന്നുചേച്ചി, ശ്രീരാജ് ചേട്ടൻ, ചിക്കു ഉണ്ട്, അഭിഷേകണ്ണനുണ്ട്, കണ്ണണ്ണനുണ്ട്, ആമിയുണ്ട്, അവന്തിയുണ്ട്, അവ്യൂട്ടനുണ്ട്, അദ്രിയുണ്ട്. പിന്നെ ലക്ഷ്മി ഉണ്ട്, ഗൗരി ഉണ്ട്, സോനു ഉണ്ട്, താരു ഉണ്ട്. അവരൊക്കെ ബാംഗ്ലൂരും ലക്നൌവിലൊക്കെ ആണ് താമസിക്കുന്നത് കേട്ടോ. പിന്നെ കൊറേ പേരുണ്ട് ഗൈസ്. അവരൊക്കെ കുറച്ച് പ്രായം കൂടുതലാ, സീനിയർ ആയിട്ടുള്ള കസിൻസ് ആണ്. പക്ഷെ കുറച്ച് പ്രായമുണ്ട്. അവർക്ക് ഇപ്പൊ മക്കളുണ്ട് കേട്ടോ. ദേവു, നന്ദു, ഇവരൊക്കെ ഉണ്ട്. എല്ലാവരിലും എനിക്ക് ഒരാളെന്ന് പറയുമ്പോ എന്ന് വെച്ചാൽ എന്റെ ആ ഒരു സ്വഭാവം അറിയാവുന്നത് അച്ഛന്റെ വീട്ടിലാണെങ്കിൽ ഗോവിന്ദന് അറിയാം. ഗോവിന്ദനാണ് എല്ലാ കാര്യങ്ങളും അറിയാവുന്നത്. അമ്മയുടെ വീട്ടിലാണെങ്കിൽ ചിക്കുവിനെ അറിയാം, പുന്നു ചേച്ചിക്ക് അറിയാം. പിന്നെ അപ്പുറത്ത് നമ്മുടെ നന്ദന ചേച്ചി റിലേറ്റീവ് ലോങ് ഡിസ്റ്റൻസ് റിലേഷൻ ഉണ്ട്. എന്നാലും നന്ദന ചേച്ചി നമ്മുടെ ഒരേ വൈബിനൊത്ത ആളാണ് കേട്ടോ. പിന്നെ ശ്രീതു ചേച്ചി നമ്മുടെ റിലേറ്റീവ് അല്ലെങ്കിലും അനുവിന്റെ ബെസ്റ്റ് ഫ്രണ്ട് ആണെങ്കിലും എനിക്ക് അനുവിനെ പോലെ തന്നെ എന്റെ ഓൺ സിസ്റ്ററിനെ പോലെയാണ് കേട്ടോ. പിന്നെ ഈ അമൃത രാജ് എന്ന് പറയുന്നത് നമ്മുടെ പൊന്നുചേച്ചിയാണ്. പൊന്നുചേച്ചിയും എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്റെ എല്ലാ ക്വസ്റ്റ്യനും റിപ്ലൈ തരണം എന്ന്. പൊന്നുചേച്ചി ആണെങ്കിൽ പിന്നെ ഞാൻ പിണക്കൊക്കെ ആണെങ്കിൽ അഞ്ജൂന്ന് വിളിച്ച് പുറമേ വരും കേട്ടോ. എനിക്കത് കേൾക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ട് ഞാൻ ഇടയ്ക്കിടയ്ക്ക് പിണങ്ങാറുണ്ട്. സ്വഭാവം ഒരുപോലെ തന്നെ. ആ കൊച്ചിന് പ്രായമുണ്ട്, എന്നാലും എന്റെ
എന്റെ പ്രായത്തിനൊത്ത എന്താ സ്വഭാവം ചേച്ചിയാ, പക്ഷെ എനിക്കത് ഭയങ്കര ഇഷ്ടമാ. നെക്സ്റ്റ്, വാട്ട് ഇസ് യുവർ ഫേവറേറ്റ് ഫുഡ് ദാറ്റ് യു മെയ്ഡ്? എനിക്ക് ഞാൻ ഉണ്ടാക്കുന്നതിൽ പനീർ ബട്ടർ മസാലയാണ് ഇഷ്ടം. അമ്മയ്ക്കോ? പനീർ ബട്ടർ മസാല എന്താണെന്ന് അറിയത്തില്ല ഗൈസ്, ഞാൻ പനീർ ബട്ടർ മസാല സ്പെഷ്യലിസ്റ്റ് ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഇസ് യുവർ ഫേവറേറ്റ് ആക്ടിവിറ്റി ഇൻ ദ വീക്കെൻഡ്? ഉറങ്ങുക, പാട്ട് കേൾക്കുക, നല്ല വിശാലമായൊരു കുളി. ഞാൻ പറയുന്നത് ഉറങ്ങുക എന്നാണ്. 11-12 മണി ആയാലും വിളിച്ചില്ലെങ്കിൽ എന്റെ കാര്യമാണോ പറയുന്നേ? നിന്റെ കാര്യം. ഗൈസ്, ഒന്ന് ഉറങ്ങിയിട്ട് എത്ര ദിവസമായിന്ന് അറിയാമോ? ഒന്ന് സമാധാനമായിട്ട് ഉറങ്ങിയിട്ട് എത്ര ദിവസമായിന്ന് അറിയാമോ നിങ്ങൾക്ക്? ഓട്ടമാണ്. ഒരു സാറ്റർഡേ സൺഡേ കിട്ടിയാൽ ഓട്ടമാണ് കേട്ടോ. അനുപോയതിനു ശേഷം എന്റെ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത് അഞ്ജുവാണ്. ഞാൻ ഇല്ലായിരുന്നെങ്കിൽ നിങ്ങൾ എന്താ ചെയ്തേനെ? കണ്ട തുമ്മി. എന്താ ചെയ്തേനെ ഞാൻ ഇല്ലായിരുന്നെങ്കിൽ? ഞാൻ ചെയ്തേനെ. എന്റെ വില അറിയണം. അതൊന്നും അല്ല, നിനക്ക് വണ്ടി ഓടിക്കാനുള്ള താല്പര്യം. അങ്ങനല്ല, അനു ഓടിയന്റെ അത്ര ഞാൻ ഓടുന്നില്ല ഗൈസ്. ഇപ്പം ഞാൻ കുറച്ച് ദൂരെയൊക്കെ പോവാൻ പഠിച്ചു, വഴികളൊക്കെ അറിയാം ഓൾറെഡി. ഞാൻ സ്കൂട്ടറിൽ തനിച്ചാണ് ഇപ്പൊ പോകുന്നത്. പക്ഷെ അനു കാർ ഓടിച്ച് എല്ലായിടത്തും പോകുന്നതിന്റെ അത്രയൊന്നും ഞാൻ പോയിട്ടില്ല. ഇവര് വിടണ്ടേ? വിശ്വാസം ഇല്ലാത്തോണ്ടാണ്. എന്റെ സ്പീഡാണ് ഗൈസ് കുറ്റം പറയുന്ന. ഭയങ്കര സ്പീഡില്ല വണ്ടി ഓടിക്കുന്ന, പക്ഷെ ഞാൻ കെയർ ചെയ്യും. ഈ വണ്ടി ഓടിക്കുമ്പോ ഗൈസ് എനിക്ക് ചിലപ്പോ അങ്ങ് ദേഷ്യം വരും. അപ്പൊ ഞാൻ ഹോൺ അടിച്ച് ഓവർടേക്ക് ചെയ്യുമ്പോ കുറെ പേരൊക്കെ എന്നെ ഓരോന്നൊക്കെ മനസ്സിൽ വിളിക്കുന്നുണ്ടായിരിക്കും. എനിക്ക് ഇഷ്ടമല്ല ഇങ്ങനെ പയ്യ ആമേഴെന്ന പോലെ വണ്ടി ഓടിക്കും. അമ്മ ഇപ്പൊ അങ്ങനെ ഓടിക്കുന്നു. പക്ഷെ അമ്മ പണ്ട് ഭയങ്കര സ്പീഡായിരുന്നു കേട്ടോ. ആ സ്പീഡ് അനുവിനും എനിക്കും കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് ഇപ്പൊ ആൾക്കാർ പലതും പറയുന്നുണ്ട്. എന്തോ ചെയ്യാൻ, ആൾക്കാരെ വാഴപ്പിക്കാൻ നമുക്ക് പറ്റൂല. സൂക്ഷിച്ചാൽ ദുഃഖിക്കണ്ട. നമ്മുടെ ക്വസ്റ്റ്യൻസ് എല്ലാം കഴിഞ്ഞ് സുഹൃത്തുക്കളെ, എത്ര പെട്ടെന്നായാലും നമ്മൾ എല്ലാത്തിനും റിപ്ലൈ ചെയ്യുന്നത്. ഈ വീഡിയോ ഷൂട്ട് ചെയ്യുന്നത് വേണ്ട, ഞാൻ കാണിച്ചു തരാം. രാത്രി 11 മണി. ചുറ്റുപ്പനാൻ ഉറങ്ങി. ഹോളിലാണ് നമ്മളിന്ന് ഷൂട്ട് ചെയ്യുന്നത്. നമുക്കിനി ഇത് ഷൂട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് വേണം കിടന്ന് ഉറങ്ങാൻ വേണ്ടിയിട്ട്. സോ നമ്മുടെ ഈ വീഡിയോ ഇത്രയുള്ള. ഈ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താഴെ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക. സ്റ്റേ ട്യൂൺഡ് ഫോർ ദി വ്ലോഗ്. ബൈ.